ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലേക്ക് പുറപ്പെടും. കേരള പോലീസിൽ ക്രിമിനലുകളെ നിലനിർത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഉപധനാഭ്യർത്ഥനയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ഒഡീഷ മുഖ്യമന്ത്രിയായി മുതിർന്ന ബിജെപി നേതാവ് മോഹൻ ചരൺ മാച്ചി സത്യപ്രതിജ്ഞ ചെയ്തു. കുവൈറ്റിൽ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 40ലേറെ മരണം. മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെടുന്നു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലേക്ക് പുറപ്പെടും. പ്രധാനമന്ത്രിയായി 3ാം തവണയും അധികാരമേറ്റ ശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത്. G7 രാഷ്ട്രതലവന്മാരുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് മറ്റന്നാൾ നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയിൽ ഇന്ത്യ അതിഥി രാഷ്ട്രമായി പങ്കെടുക്കുന്നത്. നിർമ്മിത ബുദ്ധി, ഊർജ്ജം, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഔട്ട്റീച്ച് സമ്മേളനത്തിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഈ മാസം 24-ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ അഭിസംബോധന എന്നിവ സമ്മേളന കാലയളവിൽ നടക്കും. അടുത്ത മാസം 3 വരെയാണ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. രാജ്യസഭാ സമ്മേളനവും ഈ മാസം 27 മുതൽ ജൂലൈ 3 വരെ ചേരും. ക്രിമിനലുകളെ കേരള പോലീസിൽ നിലനിർത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഉപധനാഭ്യർത്ഥനയ്ക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസിന്റെ പ്രവർത്തനം പലതരത്തിൽ വിലയിരുത്തും. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും നല്ല നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുത്താൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരെ കണ്ടെത്തി തിരുത്തൽ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ 8 വർഷത്തിനിടെ 108 ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് പുറത്താക്കിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണന്റെ വിടവാങ്ങൽ പ്രസംഗത്തിനും നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് എംപിമാർക്കൊപ്പം ചേർന്ന് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രവർത്തിക്കുമെന്ന് ശ്രീ കെ രാധാകൃഷ്ണൻ ഉറപ്പു നൽകി. പാർലമെന്റിൽ അദ്ദേഹത്തിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെയെന്ന് സ്പീക്കർ ആശംസകൾ നേർന്നു. തുടർന്ന് നിയമസഭാ സമ്മേളനം താൽക്കാലികമായി പിരിഞ്ഞു. ലോക കേരള സഭ, ബക്രീദ് എന്നിവയ്ക്ക് ശേഷം ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 5:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന 4ാം ലോക കേരള സഭയിൽ 350ഓളം പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം 14-15 തീയതികളിലായി നിയമസഭയിലെ ശങ്കരൻ തമ്പി ഹാളിലാണ് നടക്കുന്നത്. 8 വിഷയാധിഷ്ഠിത ചർച്ചകളും മേഖലാ ചർച്ചകളും സമ്മേളനത്തിൽ ഉണ്ടാകും. എമിഗ്രേഷൻ ബിൽ 2021, വിദേശ റിക്രൂട്ടിംഗ് പ്രോഗ്രാമുകൾ, സുസ്ഥിര പുനരധിവാസ ആശയങ്ങൾ, കുടിയേറ്റത്തിലെ ദുർബല കണ്ണികളും സുരക്ഷയും, നവ തൊഴിലവസരങ്ങളും നൈപുണ്യ വികസനവും, കേരള വികസന നവമാതൃകകൾ തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. അതേസമയം വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതിപക്ഷവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. ലോക കേരളം ഓൺലൈൻ പോർട്ടലിന്റെ ഉദ്ഘാടനവും കേരള കുടിയേറ്റ സർവേയുടെ പ്രകാശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ നിന്നുള്ള വിദേശ കുടിയേറ്റത്തിന്റെ വിശദമായ വിവരങ്ങളാണ് സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി മുതിർന്ന ബിജെപി നേതാവ് മോഹൻ ചരൺ മാച്ചി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭുവനേശ്വരിലെ ജനതാ മൈതാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. 2 ഉപമുഖ്യമന്ത്രിമാരും മറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുഗുദേശം പാർട്ടി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡുവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികളായ പി സുനീറും ജോസ് കെ മാണിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയമസഭാ സെക്രട്ടറിയുടെ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു.
കുവൈറ്റിലെ മംഗഫ് നഗരത്തിൽ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 40-ലേറെ മരണം. മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 20ഓളം പേർ അപകടത്തിൽ ഉൾപ്പെട്ടതായാണ് സൂചനകൾ. ലേബർ ക്യാമ്പിലെ അടുക്കളയിൽ നിന്ന് തീ പടർന്നതായാണ് നിഗമനം. മലയാളികളായ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് അപകടമുണ്ടായതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾ ദുഃഖം രേഖപ്പെടുത്തി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും ദുരന്ത ബാധിതർക്ക് വേണ്ട സഹായം ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് കണ്ണൂരിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ കണ്ണൂർ കല്യാശ്ശേരിയിലെ വീട്ടിൽ അദ്ദേഹം സൌഹൃദ സന്ദർശനത്തിനായെത്തി. കഥാകൃത്ത് ടി പത്മനാഭന്റെ വീട്ടിലെത്തിയ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയം നേടിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലം ഒഴിയുമെന്ന സൂചന നൽകി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കാൻ ഇന്ന് സംസ്ഥാനത്തെത്തിയ ശ്രീ രാഹുൽ ഗാന്ധി വയനാടുമായുള്ള തന്റെ ബന്ധം തിരഞ്ഞെടുപ്പുകൾക്ക് അതീതമാണെന്ന് പറഞ്ഞിരുന്നു. അതേസമയം മണ്ഡലം ഉപേക്ഷിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗത്തിനുള്ള ആദ്യ കെ ഫോൺ മോഡം പിന്നണി ഗായിക നഞ്ചിയമ്മയ്ക്ക് കൈമാറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. അഗളി നക്കുപ്പതി ഊരിലെ നഞ്ചിയമ്മയുടെ വീട്ടിലെത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ശ്രീകുമാറാണ് കെ ഫോൺ മോഡം കൈമാറിയത്. അട്ടപ്പാടി കേബിൾ വിഷൻ വഴി 250 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടം സൌജന്യ കെ ഫോൺ കണക്ഷൻ നൽകുക. മൊബൈൽ നെറ്റ്വർക്കില്ലാത്ത നക്കുപ്പതി, കാവുണ്ടിക്കൽ, ഇടവാണി, ഭൂതയാർ, വെച്ചുപ്പതി തുടങ്ങിയ വിദൂര ആദിവാസി ഊരുകൾക്കാണ് പ്രഥമ പരിഗണന നൽകുക. അട്ടപ്പാടിയിലെ ആദ്യ കെ ഫോൺ കണക്ഷൻ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും എല്ലാവരും കെ ഫോൺ കണക്ഷൻ സൌകര്യം ഉപയോഗപ്പെടുത്തണമെന്നും നഞ്ചിയമ്മ പറഞ്ഞു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. നാസോ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാമതും USA രണ്ടാം സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്ലസ് 1 പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ നാളെ വൈകുന്നേരം 5 വരെ നടക്കും. 3ാം ഘട്ട അലോട്ട്മെന്റ് ഈ മാസം 19-നാണ് പ്രസിദ്ധീകരിക്കുക. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സിബി കാട്ടാമ്പള്ളി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള മനോരമയിൽ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകുന്നേരം 5-ന് തുറക്കും. ശനിയാഴ്ചയാണ് മിഥുനം 1. 19-ന് രാത്രി 10-നാണ് നടയടയ്ക്കുക. മിഥുനമാസ പൂജയോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി വിപുലമായ യാത്രാ സൌകര്യങ്ങൾ KSRTC ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 150 പോയിന്റ് നേട്ടത്തിൽ 76,606-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 58 പോയിന്റ് നേട്ടത്തിൽ 23,322-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 6,615 രൂപയും പവന് 240 രൂപ വർദ്ധിച്ച് 52,920 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത വർഷം കേരളത്തെ ബാലവേല വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ തൊഴിൽ വകുപ്പിന്റെ ബാലവേല വിമുക്ത കർമ്മ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിവിധ തൊഴിൽ മേഖലകളിലെ പരിശോധനകളിലൂടെ സംസ്ഥാനത്തുടനീളം ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തൊഴിൽ വകുപ്പ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലേക്ക് പുറപ്പെടും. കേരള പോലീസിൽ ക്രിമിനലുകളെ നിലനിർത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഉപധനാഭ്യർത്ഥനയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ഒഡീഷ മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് മോഹൻ ചരൺ മാച്ചി സത്യപ്രതിജ്ഞ ചെയ്തു. കുവൈറ്റിൽ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 40-ലേറെ മരണം. മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെടുന്നു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.